ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ഹജ്ജ്. ഖാല അല്ലാഹു തആല വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി. ജനങ്ങൾക്ക് ബാധ്യതയാണ്, എനിക്ക് പ്രകൃതിക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യാന്നുള്ളത്. മനിസ്തതാ ഇലൈഹി, ആരാ ചെയ്യേണ്ടത്? എല്ലാവരും വേണ്ട, കഴിവായവർ. ഇലൈഹി ആ കാബാലയത്തിലെത്താൻ സബീലൻ, തടിയാലും മുതലാലും വഴിയാലും. അമൻ ഗഫറ, ആരെങ്കിലും നന്ദികേട് ചെയ്താൽ, ധിഖരിച്ചുകൊണ്ട് ഹജ്ജിന് പോകാതിരുന്നാൽ, ഫൈനല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, അവൻ്റെ ഹജ്ജ് അള്ളാഹ്ക്ക് ആവശ്യമല്ല, അതുകൊണ്ട് അള്ളാഹ്ക്ക് പ്രശ്നവുമില്ല. കാരണം അള്ളാഹു ആലമീങ്ങളെ തൊട്ട് ആവശ്യം തീർന്നവനാണ്. വഅനുബിൻ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ബുനിയൽ ഇസ്ലാം വലാ ഖംസിൻ, ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്നു 5 തൂണുകളുടെ മേലിൽ. ഏതാണ് 5 തൂണ്? ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ ഷഹാദത്താണ് ഒന്ന്. 2 ഇഖാമി സലാം, 3 ഈതായി സക്കാത്ത് കൊടുത്ത് വീട്ടിലാണ്. ഹജ്ജിൽ ബൈത്തി വസൗമി റമളാൻ, മുത്തഫഖുൻ അലൈഹി. وعن أبي هريرة رضي الله عنه أنه قال خطبنا رسول الله صلى الله عليه وسلم, റസൂൽ ഞങ്ങളോട് പ്രസംഗം നടത്തി. വഖാല, തങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കും അൽ ഹജ്ജ ഫഹജ്ജു, നിങ്ങളെ മേൽ അല്ലാഹു ഹജ്ജ് ഫറളാക്കിയിട്ടുണ്ട്, ഹജ്ജ് ചെയ്തോളി. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, അകുല്ല ആമി യാ റസൂലല്ലാഹ്, എല്ലാ കൊല്ലം ചെയ്യണോ നബിയേ? ഫസക്കത, തങ്ങൾ മൗനം പാലിച്ചു. ഹത്താ ഖാലഹാ സലാസ, അയാളത് 3 വട്ടം പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്ത്, ഞാനെങ്ങാനും നഅം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കൊല്ലം നിർബന്ധമാകുമായിരുന്നു. വലമസ്തതഅത്തും, അങ്ങനെ നിങ്ങൾ അതിന് കഴിയാതെ വരികയും ചെയ്യുമായിരുന്നു. സുമ്മഖാല, തങ്ങൾ പറഞ്ഞു, ദറൂനി മാ തറക്തുക്കും, ഞാൻ നിങ്ങളോട് പറയാതെ ഒഴിച്ചിട്ടത് നിങ്ങൾ ചോദിക്കാതെയും ഒഴിച്ചിട്ടോളൂ. ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്താൽ മതി, എല്ലാ കൊല്ലം വേണോ നിത്യേന വേണോ എന്ന് ചോദിച്ചാൽ നിൽക്കണ്ട. പിന്നെ ഫൈന്നമാ ഹലക മൻ കാന ഖബലക്കും, നിങ്ങൾ മുൻഗാമികളായ വിഭാഗം തകർന്നടിഞ്ഞു പോയത് ബികസറത്തി സുആലിഹിം, അവർ അമ്പിയാക്കളോടുള്ള ചോദ്യം വരുത്തത് കൊണ്ടാണ്. വഖ്തിലാഫിഹിം അലാ അംബിയാഹിം, അമ്പിയാക്കളുടെ മേൽ എതിര് പറഞ്ഞതുകൊണ്ടുമാണ്. ഫൈദാ അമർത്തുക്കും ബിശൈഇൻ ഫഅ്തു മിന്നു മസ്തതഅതും, ഞാൻ നിങ്ങളോട് കാര്യം കൽപ്പിച്ചാൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ടു. ഫൈദാ നഹൈതുക്കും അൻ ശൈഇൻ ഫദഊഹു, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയോളുണ്ടേ. ഒന്നും പറഞ്ഞില്ലെങ്കിലോ അത് അനുവദനീയമാണ്. അവിടെ നമ്മൾ അഹ്ലു സുന്നത്തി ജമാഅത്തിന്റെ ഇമാമിങ്ങൾ പറഞ്ഞേ, ഒരു കാര്യം ചെയ്യരുത് പറഞ്ഞാൽ അത് ചെയ്യരുത്, ചെയ്യണമെന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലോ അതിൽ പറയാറുള്ളത് ഹലാലാണ്. ഒക്കെ റസൂലുള്ളാഹി ചെയ്തീനോ ചോദിച്ചെടുക്കാനാണ് കുറേ ആൾക്കാർ. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമില്ല. റസൂലുള്ളാഹി ചെയ്തതേ ചെയ്യാവൂ, സഹാബത്ത് ചെയ്തതേ ചെയ്യാവൂ എന്നൊന്നുമില്ല. റവാഹു മുസ്ലിം. വഅൻഹു അന്നഹു ഖാല സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളലു, അമലിൽ ഏതാണ് നബിയെ അഫ്ളൽ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഖാല, തങ്ങൾ പറഞ്ഞു, ഈമാൻ ബില്ലാഹി വറസൂലിഹി പറഞ്ഞു. ഖീല, ചോദിക്കപ്പെട്ടു, സുമ്മ മാദാ, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് നബിയെ? ഖാല, തങ്ങൾ പറഞ്ഞു, ജിഹാദു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ യുദ്ധമാണ്. ഖീല, ചോദിക്കോട്ടെ, സുമ്മ മാദാ, പിന്നെ ഏതാണ് നബിയെ? ഖാല ഹജ്ജും മബ്റൂർ, മബ്റൂറായ ഹജ്ജാണ്. മുത്തഫഖുൻ അലൈഹി. മബ്റൂർ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ലാ യർതകിബു സാഹിബുഹു ഫീഹി മഅസിയതൻ, ആ ഹജ്ജ് ചെയ്തപ്പോൾ അതിലൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഹജ്ജിനാണ് മബ്റൂറായ ഹജ്ജ് എന്ന് പറയാൻ, കുറ്റമുക്തമായ ഹജ്ജ്. വഅൻഹു അന്നഹു ഖാല സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കേട്ടു, മൻ ഹജ്ജ ഫലം യർഫുസ്, ഒരാൾ ഹജ്ജ് ചെയ്തു, റഫത്ത് ചെയ്തില്ല, വലം യഫ്സുഖ്, തമ്മാടിത്തവും ചെയ്തില്ല, പൊഴിവാക്കും പറഞ്ഞില്ല, വേണ്ടാത്തത് പ്രവർത്തിച്ചിട്ടുമില്ല, നറജ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്നതാണ്. കയൗമ വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസം ഏതുപോലെയാണോ അതുപോലെ, പാപങ്ങൾ പൂർണ്ണമായി പൊറുക്കപ്പെട്ട നിലയിൽ എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹി. വഅൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ഉംറയാവുന്നത് അടുത്ത ഉംറ വരെ അതിനിടയിലുള്ള ദോഷങ്ങൾക്ക് പ്രാശ്ചിത്തമാണ്. വൽ ഹജ്ജുൽ മബ്റൂറു, മബ്റൂറായ ഹജ്ജാകുന്നത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിന് പ്രതിഫലമില്ല സ്വർഗ്ഗമല്ലാതെ. മുത്തഫഖുൻ അലൈഹി. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ് നറൽ ജിഹാദ അഫ്ദലൽ അമാലി, ജിഹാദിനെ ഞങ്ങൾ അമലിനെ കൂടുതൽ അഫ്ദലായിട്ടാണ് മനസ്സിലാക്കിയത്. അഫലാ നുജാഹിദൂ, ഞങ്ങൾ ജിഹാദിന് പോകട്ടെയോ നബിയേ? ഞങ്ങൾ പെണ്ണുങ്ങളെ
ഞങ്ങൾ വലിയ അമലായിട്ട് ജിഹാദ് തോന്നുന്നുണ്ട്, പുരുഷന്മാരാണ് ഹജ്ജിന് പോകുന്നത്, ഞങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് ഹജ്ജിന് പോയിക്കൂടെ നബിയെ ചോദിച്ചു. കാലാ തങ്ങൾ പറഞ്ഞു, ലാക്കിൻ അഫ്ദലുൽ ജിഹാദി ഹജ്ജും മബ്റൂർ, ജിഹാദിൻ്റെ കൂട്ടത്തിൽ അഫ്ദലായ ജിഹാദാണ് ഹജ്ജും മബ്റൂർ. അത് സ്ത്രീകൾക്കുണ്ട്. മുത്തഫഖുൻ റവാഹുൽ ബുഖാരി. കണ്ടില്ലേ, പെണ്ണുങ്ങൾ വാളെടുത്ത് ഇറങ്ങേണ്ടെന്ന് മനസ്സിലായില്ലേ. وعنها أن رسول الله صلى الله عليه وسلم قال ما من يوم أكثر من أن يأتيك الله في عبدا من النار, നരകത്തിൽ നിന്ന് അടിമയെ അള്ളാഹു മോചിപ്പിക്കൽ പെരുത്തൊരു ദിവസവും തന്നെ ഇല്ല. മിൻ യൗമി അറഫ, അറഫ നാളിനേക്കാൾ. ഒരു ജനങ്ങളെ നരകത്തിൽ നിന്നുള്ള ഒറ്റ മോചിപ്പിക്കുന്ന എന്നാണ് അറഫൻ്റെ അന്ന്. റവാഹു മുസ്ലിം. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉംറത്തുൻ ഫീ റമളാന, റമളാനിലെ ഉംറ തഅദിലു ഹജ്ജത്തൻ, അത് ഹജ്ജിനോട് സമാനമാണ്. റമളാനിലെ ഉംറ ഔ ഹജ്ജത്തൻ മഴി, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് എന്നോട് കൂടെ ഹജ്ജ് ചെയ്യുന്നതിനോട് സമാനമാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻഹു അന്ന ഇംറഅത്തൻ ഖാലത്ത് യാ റസൂലല്ലാഹ് ഇന്ന ഫരീളത അല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജി, ഹജ്ജിലായി കൊണ്ട് അടിയാറുകമേൽ അള്ളാഹു ഫറലാക്കിയത് അതറക്കത്ത് അബി, എൻ്റെ ഉപ്പാനത് എത്തിച്ചു നബിയെ. ഷെയ്ഖൻ കബീറ, എൻ്റെ ആപ്പ തന്നെ ഏറ്റവും പ്രായം കൂടി വൃദ്ധനായ നിലയിൽ. ലായസുബത്തുള്ള റാഹിരത്തി, വാഹനത്തിൻ്റെ മേലിൽ ഉറച്ചിരിക്കാൻ കഴിയില്ല. അഫഹുജ്ജു അൻഹു, നബിയെ ഉപ്പാനത്തോട്ട് ഞാൻ ഹജ്ജ് ചെയ്തോട്ടെ. കാലനഅം. മുത്തഫഖുൻ അലൈഹി. وعن لقيط بن عامر رضي الله عنه أنه أتى النبي صلى الله عليه وسلم, ലഖീത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നു. ഫഖാല ഇന്ന അബീ ശൈഖുൻ കബീർ, നബിയെ എൻ്റെ ഉപ്പ പ്രായമേറിയ വൃദ്ധനാണ്. ലാ യസ്തതിഉൽ ഹജ്ജ വലൽ ഉംറത വലല്ലാഹിന, ഹജ്ജിനോ ഉംറക്കോ വേണ്ട, ഒരു യാത്ര പോകാൻ പോലും കഴിയില്ല. കാല തങ്ങൾ ഹജ്ജാൻ നബീക വഅതമിർ, ഉപ്പാനത്തോട് നീ ഹജ്ജ് ഉംറ ചെയ്തക്ക്. റവാഹു അബൂ ദാവൂദ് വതിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹ്. വഅൻ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, സാഹിബ് റളിയല്ലാഹു പറയാണ്, ഹജ്ജ ബി, എന്നെ കൊണ്ട് ഹജ്ജ് ചെയ്യപ്പെട്ടു. മായ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൂടെ. ഫി ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദാഇന്റെ അന്ന്. അവന ഇബ്നു സബീ സിനീൻ, ഞാൻ ജസ്റ്റ് 7 വയസ്സ് മാത്രമുള്ളവനാ നിലയിൽ. റവാഹുൽ ബുഖാരി. وعن ابن عباس رضي الله عنهما أن النبي صلى الله عليه وسلم لقي ركبا بالروحاء, റൗഹാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു വാഹന സംഘത്തെ കണ്ടുമുട്ടി. ഫഖാല, തങ്ങൾ ചുമനിൽ ഖൗം, ദിബേദ സംഘം. കാലു, അവർ പറഞ്ഞു, അൽ മുസ്ലിമൂൻ, ഞങ്ങളെ മുസ്ലിമീങ്ങൾ തന്നെയാണ്. കാലു മന്നന്ത, അവിടുന്ന് ആരാൻ? കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതരാൻ. ഫറഫഅത് ഇംറാത്തുൻ സബിയ്യൻ, അപ്പോഴാണ് ഒരു പെണ്ണ് ഒരു കുട്ടിയെ ഉയർത്തി കാണിച്ചു. കാലത്ത് ആ പെണ്ണ് ചോദിച്ചു, അലിഹാദ ഹജ്ജുൻ, നബിയെ ഈ കാണുന്ന കുഞ്ഞി പൈതന് ഹജ്ജുണ്ടോ നബിയെ? കാലനഅം വലക്കി അജുറുൻ, അതേ ആ കുട്ടിക്ക് ഹജ്ജിൻ്റെ കൂലിയുണ്ട്, ഹജ്ജുണ്ട്. വലക്കി അജുറുൻ, അതിന് പുറമെ നിനക്കും കൂലിയുണ്ട്, വണ്ണമായ കൂലി നിനക്കുമുണ്ട്. റവാഹു മുസ്ലിം. ഇത് പറഞ്ഞാൽ ചില ആൾക്കാർ അറിയലുണ്ട്, കുട്ടിൻ്റെ ഹജ്ജിൻ്റെ കൂലി ആർക്കാണ്? ഉമ്മാക്കാണ്. അങ്ങനെയൊന്നുമില്ല. വലക്കി അജുറുൻ, അനക്കും ഉണ്ടൊരു കൂലി ചെയ്യുന്നതിനൊക്കെ ഉണ്ട്. പിന്നെ നബി തങ്ങള് വണ്ടിമ കാര്യങ്ങാണ്ടാണ് ഹജ്ജ് ചെയ്തത്. വകാനത്ത്, നബി തങ്ങളുടെ വാഹനമായിരുന്നു. അസാമിലത്ത, അതെന്തായിരുന്നു? തങ്ങൾ ചരക്കും ഭക്ഷണമൊക്കെ ചുമന്നു കൊണ്ടുപോകും നട്ടകമായിരുന്നു. റവാഹുൽ ബുഖാരി. وعن ابن عباس رضي الله عنهما أنه قال كانت عكاظة, ഉക്കാളയായിരുന്നു. ജന്ന, ബിജന്നയുമായിരുന്നു. ദുൽമജാസുമായിരുന്നു. അസ്വാക്കം ബിൽ ജാഹിലിയത്തി, ജാഹിലിയ കാലത്ത് പ്രസിദ്ധമാതായിരിക്കുന്ന 3 ചന്തകളായിരുന്നു. ആവശ്യമുള്ളത് വിൽക്കാനും ആവശ്യമുള്ളത് വാങ്ങാനുമായിട്ട് ജനങ്ങൾ ചരക്ക് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഏത്? ചന്ത. പണ്ടുണ്ടായിരുന്നു ആഴ്ച ചന്ത, നമ്മുടെ നാട്ടുകൂടെയൊക്കെ. പണ്ട് അറബികളെ കാലത്തൊക്കെ ആഴ്ച ചന്തയും കൊല്ലച്ചന്തയും മാസച്ചന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇക്കോട്ടെ, ഇപ്പം ഒന്നും കൊല്ല. അവര് സ്വഹാബത്തും മുഅ്മിനീങ്ങളൊക്കെ ഒരു പാപമായി കണ്ടു. എത്തജിറു ഫിൽ മവാസിമി, സീസൺ സമയത്ത് കച്ചവടം നടത്തലിനെ. ഹജ്ജിൻ്റെ സീസൺ സമയത്ത് അവനതല്ല ചരക്ക് ഹജ്ജിന് ഏതായാലും ഹജ്ജിന് പോവുകയാണ്. അപ്പോൾ അവിടത്തേക്ക് ചരക്കും കൊണ്ട് പോകണത് മോശമല്ലേ? നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ കുറച്ച് അതിൻ്റെ അടിയിൽ കൂടെ 2 പേരും ഒപ്പം, അത് മോശമാണ്. ഇപ്പം നസലത്ത് പായത്തിറങ്ങി, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങൾക്ക് പ്രശ്നമില്ല, കുറ്റമില്ല, നിങ്ങൾ റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള ഔദാര്യം തേടുന്നതിന് കുഴപ്പമില്ല. ഏതായാലും ഹജ്ജിന് പോവാണ്. പോകുമ്പോൾ ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ വിൽക്കാൻ പറ്റിയുണ്ട്. അത് കൊണ്ടുപോയാണ്ട് ഹജ്ജാജിൻ്റെ ഇടയിൽ വെച്ച് തീർത്തുങ്ങൾ കച്ചവടമാക്കിയതിന് കുഴപ്പമൊന്നും ഇല്ല. അതിനും ഹജ്ജിനും ആയതാകരുത്. പോണ ഹജ്ജിന് തന്നെയാണ് അത്ര, കൂട്ടത്തിൽ ചെയ്യാൻ മാത്രം. പിന്നെ
ഫി മവാസിമിൽ ഹജ്ജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മവാസിമിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ സീസണിൽ എന്ത് ചെയ്യണതിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് കച്ചവടം ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. റവാഹുൽ ബുഖാരി.